الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف. اللهم اغفر لنا ولوالدنا ولمن وصلنا في هذا الكتاب. وعن عبيد الله بن محصن الأنصاري رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من أصبح منكم آمنا في سربه معافا في جسده عنده قوت يومه فكأنما حيزت له الدنيا بحذافيرها. رواه الترمذي عليه الرحمة وقال: حديث حسن. ഇത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഒച്ചയെടുക്കാൻ വയ്യാണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഇത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഈ ഹദീസിലൂടെ ഒരു മനുഷ്യന് അന്ന് ആഫിയത്ത്, ഖൂത്ത്, നിർഭയത്വം, ആരോഗ്യം, അന്നേ ദിവസത്തിന് അവന് മതിയായ ഭക്ഷണവും ഉണ്ടെങ്കിൽ അവൻ ദുനിയാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതുപോലെയാണെന്ന് ഈ ഹദീസിലൂടെ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യം ഹദീസ് വായിക്കാം. وعن عبيد الله بن محصن الأنصاري رضي الله عنه قال: മഹാനായ ഉബൈദുല്ലാഹി ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു പറയുന്നു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, തന്റെ ജനതയിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഒരാൾ നിർഭയത്വമുള്ളവനായാൽ. ശ്രദ്ധിച്ചു കേൾക്കണം, ഇച്ചിരി പാടാണ്, അതുകൊണ്ട് അർത്ഥം ശ്രദ്ധിച്ചു കേൾക്കണം. തന്റെ ജനതയിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഒരാൾ നിർഭയത്വമുള്ളവനായാൽ, അവന് ശാരീരിക സൗഖ്യവുമുണ്ടെങ്കിൽ, അവന്റെ അടുക്കൽ അന്നേ ദിവസത്തിലുള്ള ഭക്ഷണവും ഉണ്ടെങ്കിൽ, അവൻ ദുനിയാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ്. മനസ്സിലാവും? ദുനിയാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതുപോലെയാണ്. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായി വേണ്ട 3 കാര്യങ്ങൾ പറയുന്നു. وعن عبيد الله بن محصن الأنصاري رضي الله عنه قال: ഉബൈദുല്ലാ എന്ന് പറയുന്നത് അബ്ദുള്ള എന്ന പേരിന്റെ തസ്ഗീർ രൂപമാണ് ഉബൈദുള്ള എന്നത്. എന്താണ്? അബ്ദുള്ള എന്ന പേരിന്റെ തസ്ഗീർ രൂപമാണ് ഉബൈദുള്ള എന്നത്. മനസ്സിലാവുന്നുണ്ടോ? അധിക ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിന്റെ നാമം അബ്ദുല്ലാഹി ഇബ്നു മിഹ്സൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹം അൻസാരിയായ സഹാബിയാണ്, ഖതമി ഗോത്രക്കാരനാണ്. قال رسول الله صلى الله عليه وسلم: من أصبح منكم آمنا في سربي. ഇവിടെ സിർബിന് പല അർത്ഥങ്ങളുണ്ട്. മുഹദ്ദിസീങ്ങൾ പ്രധാനമായും പറയുന്ന അർത്ഥം എന്താണ്? ഫി നഫ്സിഹി എന്നുള്ള അർത്ഥമാണ്. അവന്റെ സ്വന്തത്തിൽ അവൻ നിർഭയത്വമുള്ളവനാവുക. പിന്നെ മറ്റൊരു അർത്ഥമാണ് ഫി ഖൗമിഹി എന്നുള്ള അർത്ഥം, അവന്റെ ജനതയിൽ അവൻ നിർഭയത്വമുള്ളവനാവുക. എന്നാൽ ചില ഉലമാക്കൾ പറയുന്നു സർബിഹി എന്ന് വായിക്കാം. അപ്പോൾ എന്താണ് അർത്ഥം പറയുക? അപ്പോൾ അവൻ അവന്റെ വഴിയിൽ നിർഭയത്വമുള്ളവനാവുക. ഇനി ചില ഉലമാക്കൾ മറ്റൊരു അഭിപ്രായം പറയുന്നത് സറബിഹി എന്ന് വായിക്കാം. സീന് ഫതഹ റാഇന് ഫതഹ സറബിഹി. ആകാശം പത്തായി ഇറങ്ങുക, മുസന്നിഫായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. ശ്രദ്ധിക്ക്, ഇവിടെ ശ്രദ്ധിക്ക്, വളരെ ശ്രദ്ധിക്ക്, കഷ്ടപ്പെട്ടെടുക്കുന്നതല്ലേ. സറബിഹി എന്ന് വായിക്കാം. അപ്പോൾ അർത്ഥം എന്താണ്? ഫി ബൈതിഹി എന്ന അർത്ഥം, അവൻ അവന്റെ വീട്ടിൽ നിർഭയത്വമുള്ളവനായാൽ. കൂത്ത് അന്നേ ദിവസത്തെ കൂത്ത് എന്താ? ഭക്ഷണം. പക്ഷെ എന്നാൽ ചില ഉലമാക്കൾ പറയുന്നുണ്ട് ഇവിടെ കൂത്ത് കൊണ്ടുള്ള ഉദ്ദേശം അന്നേ ദിവസത്തെ ഭക്ഷണം മാത്രമല്ല, മറിച്ച് ചില ഭൗതിക വിഭവങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബെൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യന് അത്യാവശ്യമായി വേണ്ട വാഹനം, പാർപ്പിടം, വസ്ത്രം മുതലായ കാര്യങ്ങളാണ്. അല്ല അങ്ങ് വേറെ റേഞ്ചിലല്ല ഉദ്ദേശിക്കുന്നത്, താഴെ ഒരു മനുഷ്യന് അത്യാവശ്യമായി, അങ്ങനെ ചിന്തിക്കുക കേട്ടോ, വഴുതി കയറി പിടിക്കണ്ട. ഹദാഫിർ എന്ന വാക്കിന്റെ അർത്ഥം ഇക്മാലിഹ, പൂർണ്ണതയോടുകൂടി. ഈ ഹദാഫിർ എന്നുള്ള വാക്ക് എല്ലാവർക്കും കേട്ടി ഉപയോഗിക്കത്തില്ല. മനസ്സിലാവാ? നീ ഇവിടെ നീ ഹദീസ് പഠിച്ച് ഇനി കാണുന്നിടത്തെല്ലാം ഹദാഫിരിഹ ഹദാഫിരിഹ പൂർണ്ണമാക്കി അങ്ങനെ ഉപയോഗിക്കത്തില്ല. ഹദാഫിർ എന്നുള്ള വാക്ക് ഒരു കാര്യം പരിപൂർണമായി കഴിഞ്ഞാലാണ് ഹദാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നോട്ടിൽ കാണണം. ഞാൻ ചുമ്മാ കിടന്ന് പറഞ്ഞിട്ട് പോകാം, അതൊക്കെ നാളെ നോട്ടിൽ ഞാൻ നോക്കും കേട്ടാ. നോട്ട് എല്ലാവരും ഇവിടെ വെക്കണം. അപ്പോൾ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്
മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായി വേണ്ടത്. ഒന്ന്, അന്ന് നിർഭയത്വം. നിർഭയത്വം എന്നാൽ എന്താണ്? ആരെയും ഭയക്കാതെ അള്ളാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട് ജീവിക്കുക. ഒരു മഖ്ലൂക്കിനെ അവനെ ഭയക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ പാഠം വായിപ്പിക്കുമെന്ന്. പക്ഷെ പഠിച്ചോണ്ട് വന്നവൻ ആ ഭയമില്ല, അവൻ പഠിച്ചു. അതാണ് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ അവന് ഭയക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമതായി ആഫിയത്ത്, ആരോഗ്യം. ഒരു മനുഷ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായി വന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? ആഫിയത്ത്, ആരോഗ്യം. എല്ലാ കാര്യത്തിനും ആരോഗ്യം അത്യാവശ്യമാണ്. ഇബാദത്തിനായാലും മറ്റെന്ത് കാര്യങ്ങൾക്കും ആരോഗ്യം അത്യാവശ്യമാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായി വേണ്ട രണ്ടാമത്തെ കാര്യമാണ് ആഫിയത്ത്. മൂന്നാമതുള്ള കാര്യമാണ് ഖൂത്ത്, അന്നേ ദിവസത്തേക്കുള്ള ഭക്ഷണം. ഒരു മനുഷ്യന് ഭക്ഷണം അത്യാവശ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ദുനിയാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതുപോലെയാണ്. അത് നമുക്ക് മുൻഗാമികളായ മഹാന്മാരെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് തോന്നിയ സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടണമെന്നില്ല. നമുക്കറിയാവുന്ന കുറെ സമ്പന്മാർ ഒരു ഗുളിക കഴിച്ചാണ് ഉറങ്ങുന്നത് പോലും. അള്ളാഹു അനുഗ്രഹിച്ച് നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ അവരെല്ലാം ഇവർക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ ദുനിയാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതുപോലെയാണ്. പക്ഷെ ഇതിനകത്ത് തൃപ്തിപ്പെടുന്നത് വേണം. അല്ലെങ്കിൽ അവർ ദുനിയാവ് മുഴുവൻ കിട്ടിയാലും ഒന്നും കിട്ടാത്തവനെ പോലെയാണ്. ഹദീസിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും പാഠങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, സംശയങ്ങൾ മാറ്റുക. നാളെ ഈ ഹദീസ് പ്രധാനമായി കാണാതെ പഠിക്കേണ്ട ഹദീസാണ്. എല്ലാവരും നാളെ കാണാതെ പഠിച്ച് എണീറ്റ് ഇന്ന് കേൾപ്പിക്കണമെന്ന്. ശരി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെസ് നമ്പർ 359